DIY സ്റ്റാമ്പ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വേറെ ഡിസൈനിലുള്ള സ്റ്റാമ്പും നമുക്ക് ചെയ്യാന്ന്. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഞാൻ മിഞ്ഞാന്നേറ്റാണ് ആ വീഡിയോ ഇട്ടത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇട്ടാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ഈ പ്രോസസ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ചെയ്ത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇറേസർ വേറെയാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി സിമ്പിളാണെന്ന് എനിക്ക് തോന്നിയത്. മറ്റേത് കുറച്ചും കൂടി മുറിക്കാനൊക്കെ പാടായിരുന്നു. കുറച്ചുകൂടി വലിയ ഇറേസറൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് അതിന് കാർവ് ചെയ്യാം. പക്ഷേ ഇത് കുറച്ച് ചെറിയ ഇറേസർ ആയതുകൊണ്ട് ഞാൻ ഈ കാറ്റിനെല്ലാം ഉണ്ടാക്കി. അതുകൊണ്ട് അതിൻ്റെ കണ്ണൊക്കെ എടുത്തെടുത്ത് വന്ന്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റാമ്പ് ചെയ്തപ്പോൾ ഇഷ്ടമായില്ല. പിന്നെ ഞാൻ അത് പിന്നെയും കാർവ് ചെയ്ത് റെഡിയാക്കാന്ന് വെച്ചാൽ ഫുള്ളായിട്ട് റെഡി ആയിട്ടില്ല. അതിൻ്റെ കണ്ണൊക്കെ എടുത്ത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ മറ്റേ കണ്ണിൻ്റെ ഉള്ളിലത്തെ ഇതില്ലേ, എന്താണ് അതിന് പറയുക, കൃഷ്ണമണി, അതന്നെ, അതൊക്കെ റെഡിയാക്കി. അപ്പോൾ പിന്നെയും കുഴപ്പമില്ലാതായി. ഒന്ന് സ്റ്റാമ്പ് ചെയ്യും, പിന്നെയും റെഡിയാക്കും, പിന്നെയും സ്റ്റാമ്പ് ചെയ്യും, പിന്നെയും റെഡിയാക്കും, അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ ഇറേസർ എടുക്കാൻ നോക്കി. പിന്നെ ചെറിയ ഡിസൈൻ ചെയ്യുമ്പോൾ രസം ഉണ്ടാവും. പക്ഷെ അതിനായിട്ടുള്ള ടൂള് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. പിന്നെ ഇത് പൂച്ചക്കുട്ടിയാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് മനസ്സിൽ കണ്ടുകാണ്ട് ചെയ്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. പിന്നെ ആ സ്റ്റാമ്പ് വീഡിയോക്ക് ആയാലും കുറച്ച് ലൈക്സ് ഒക്കെ കിട്ടിയേക്കണം. എനിക്ക് സാധാരണ ഒരു 1K ഒക്കെ അടിക്കുകയാണെങ്കിൽ അതിൽ 10 ലൈക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൽ 1.1K അടിച്ചിട്ടും എത്രയോ 40 സംതിങ് അങ്ങനെ എന്തോ ലൈക്ക് ഉണ്ട്. സോ താങ്ക് യു ഗൈസ് ആൻഡ് ട്രൈ ചെയ്ത് നോക്കി. ബൈ.